ശ്രീ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൻ്റെ ഭാഗമായി ഇന്ന് ഞങ്ങൾ പുലിയന്നൂർ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. 5-ാം തീയതി രാവിലെ രാമവില്യം കഴകത്തിന് പുറപ്പെടുന്നതും 6-ാം തീയതി ഭഗവതിമാരുടെ തിരുമുടിക്കുള്ള കവുങ്ങ് മുറിക്കുന്നതുമായ ചടങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തികച്ചും പ്രകൃതിരമണീയമായ കുളിർകാറ്റേകുന്ന ഏറ്റവും നല്ല ഒരു പ്രദേശമാണ് മുക്കടപ്പാലത്തിൻ്റെ പരിസരത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പുലിയന്നൂർ അമ്പലത്തിൻ്റെ സമുദായിയാണ് ഞാൻ. പേര് രാമേന്ദ്രൻ, ചങ്ങാതി ലക്ഷ്മണൻ, പിന്നെ കൊടക്കാശൻ, വെളിച്ചപ്പാടൻ, 2 കൂട്ടേക്കാരന്മാർ. പുതിയ ഇപ്പോഴത്തെ പഴയ ഇത് അറിഞ്ഞതായിട്ട് ഓർമ്മയുണ്ട്, ചെയ്തതായിട്ടൊന്നും അറിയില്ല. നമുക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട്, വന്നിട്ടില്ല. അപ്പോൾ ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ആടുന്ന രാമേന്ദ്രനെല്ലാം അവർ പറഞ്ഞു തരുന്നതിനനുസരിച്ച് നമ്മൾ ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. രാവിലെ അടിയന്തരം, പിന്നെ അതുമാതിരി ഭക്ഷണക്കാരും അവർക്ക് വീട്ടിനവർക്കില്ല താമസ സൗകര്യം മൊത്തത്തിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. കവുങ്ങ് മുറിക്കാൻ വേണ്ടി ദേവിയുടെ തിരുമുടിക്കിലെ കവുങ്ങ് മുറിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കൊയ്യക്കാൽ ഭഗവതിരാട വന്ന് ഇറങ്ങി കുറച്ചാമണ്ടി മല ഇലേനെ കയറി വന്ന് പിന്നെ ആടുന്ന് നമ്മൾ കുഞ്ഞിളയും കൂട്ടി ഇവിടെ അച്ഛന്മാരെല്ലാം വന്ന് താൽപ്പൊലിയോട് കൂടിയിട്ട് നമ്മൾ പുലിയന്നൂർ പുതിയറേക്കാൽ അവിടെ ഈശ്വരൻ്റെ അടുക്ക 2 തെക്ക് ഒന്ന് തോതിച്ച് ഒന്നര കൊണ്ടേക്കുക ഈശ്വരൻ്റെ അടുക്ക വാഴ്ന്ന ഇടത്തേക്ക് ഭഗവതി മരം തിരുനാളിലേക്ക് വരും. അതിന് പടിക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ പുലിയന്നൂർ തങ്കയെന്ന് പറയും. തങ്കയത്ത് ആവശ്യമായ കഴുങ്ങ് പുലിയന്നൂർ നിന്നാണ് മുറിക്കുന്നത്. അത് തരേണ്ടത് താഴത്ത് വീട്ടുകാരാണ്. ഏകദേശം 42 അടി ഉയരം അതിൻ്റെ തിരുമുടിക്ക് വേണം. അതിന് പാകമായ കഴുങ്ങാണ് നമ്മൾ എടുത്തപ്പോൾ മുറിക്കുന്നത്. ഭഗവതിയുടെ മുടിക്ക് വേണ്ടുന്ന കവുങ്ങും അതുപോലെ ആര്യക്കര ഭഗവതിയുടെ മുടിക്ക് വേണ്ടുന്ന കവുങ്ങുമാണ് ഇവിടെ നിന്ന് മുറിച്ചെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി വാലിയക്കാർക്കുള്ള ഭക്ഷണത്തിലുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ തിരിച്ചു കഴുകുമായി വന്നൊരു 1200 പേർക്കുള്ള ഭക്ഷണം ഇവിടെ ഭക്ഷണ കമ്മിറ്റി നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്.